ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തജ്വീദുൽ ഖുർആൻ 2ാം ക്ലാസ് ഹാഫ് ഇയർലി എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാൻ സഹായിക്കുന്ന തജ്വീദുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കോളത്തിലുണ്ടാവും. അപ്പോൾ അതിന് ശരി അടയാളപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1. നൂനിനെ മണിച്ചു പറയണം. മണിച്ചു പറയണം. ഇതിലേതിലാണ് നൂനിനെ മറിച്ചു പറഞ്ഞത് എന്നാണ് നമ്മൾ ശരി അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഷദ്ദുള്ള നൂനിനെയും മീമിനെയും മണിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഷദ്ദുള്ള നൂന് ഇതാണ്, വന്നഹാരി. അപ്പോൾ അവിടെ നൂനിനെ നമ്മൾ മണിച്ചു, മനസ്സിലാക്കുക. അപ്പോൾ ശരി അടയാളപ്പെടുത്താം. ഇവിടെ മിനല്ലാഹി, ഇവിടെ ഷദ്ദുള്ളതല്ല. വൻഹർ, ഇവിടെ സുക്കൂനുള്ള നൂനാണ്. അപ്പോൾ ഷദ്ദുള്ള നൂനിനെയും ഷദ്ദുള്ള മീമിനെയും ആണ് മണിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ മണിച്ച മീമിൻ്റെ ചോദ്യം വന്നാൽ നമുക്ക് അവിടെ ഷദ്ദുള്ള മീമ് വന്നതുണ്ടോ നോക്കിയിട്ടാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്, മനസ്സിലാക്കുക. അപ്പോൾ ഇത് പഠിക്കുന്ന കൂടെ അതും കൂടി നിങ്ങൾ ഉദാഹരണം മനസ്സിലാക്കി പഠിക്കണം. നമ്മൾ ഷദ്ദുള്ള നൂന് വന്ന് മണിക്കുന്നത് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ ഷദ്ദുള്ള മീമിൻ്റെത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഷദ്ദുള്ള മീമ് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മീമിനൊക്കെ മണിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇതുപോലെ ഉദാഹരണം വന്നതിൽ ഷദ്ദുള്ള മീമുണ്ടോ അതാണ് നമ്മൾ ഷദ്ദുള്ള മീമിനെ മണിച്ചതിന് ഉദാഹരണം ശരി അടയാളപ്പെടുത്തേണ്ടത്. ഇനി 2ാമത്തെ ചോദ്യം നോക്കാം. അടുത്തത് വമാ അദ്റാക്ക എന്നതിൽ കൂടുതൽ നീട്ടി ഓതേണ്ട അക്ഷരമേത്? ഇവിടെ കാഫ്, മീമ്, ദാല്. വമാ അദ്റാക്ക എന്നതിൽ നമ്മൾ നീട്ടിയത് ഏതാണ്? മീമിൻ്റെ മുകളിൽ നമ്മൾ മദ്ദുകളെ കുറിച്ചിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ വമാ എന്നതിൻ്റെ മുകളിൽ മദ് വന്നിട്ടുണ്ട്, അതാണ്. അപ്പം മീമിനെയാണ് നമ്മൾ കൂടുതൽ നീട്ടിയത്. അപ്പോൾ മനസ്സിലാക്കുക, കൂടുതൽ നീട്ടിയത് മീമിനെയാണ്. അപ്പോൾ ഇതുപോലെ മറ്റു ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ ഖുറാനിൽ നിന്ന് മക്കൾക്ക് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണം ഏതാണ് അക്ഷരം എന്ന്. ഇങ്ങനെ മദ് വരുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ മദ്ദുകൾ വന്നത് കൂടുതൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദാ ഇവിടെ ഏത് അക്ഷരത്തെയാണ് നീട്ടിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം, ജീമിനെയാണ്. ഇതാ ജാ അ, ജീമിനെയാണ് ഇവിടെ നീട്ടിയത്. ഇവിടെ ഫാഇനെയാണ് കൂടുതൽ നീട്ടിയത്, മനസ്സിലാക്കുക. ഇവിടെ നൂനിനെയാണ് നീട്ടിയത്. ഇവിടെ റാഇനെയാണ്, മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ കുട്ടികൾക്ക് എല്ലാ അക്ഷരങ്ങളും മനസ്സിലാക്കി കൊടുക്കുക. ഇത് ഏത് അക്ഷരത്തിനാണോ ഇത് വന്നത് അതിനെയാണ് കൂടുതൽ നീട്ടിയതെന്ന് പറഞ്ഞു കൊടുക്കണം. ഇവിടെ താ, അല്ലദീ, ദീ ഇങ്ങനെ വന്നാൽ ഇതിനെയാണ്, ഇവിടെ മുമ്പുള്ള അക്ഷരം ഇതാണ് ദാലിനെയാണ് നീട്ടിയതെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇന്ദഹു, ഹു, ഹാഇനെയാണ് കൂടുതൽ നീട്ടിയത്. ഇവിടെ സ്വാദിനെയാണ്, സ്വാദ്. ഇവിടെ കൂ എന്നതിലെ കാഫിനെയാണ് കൂടുതൽ നീട്ടിയത്. അപ്പം ഇങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. പദങ്ങൾ ഓരോരോ വേർഡ്സുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് മനസ്സിലാക്കി കൊടുക്കുക. അടുത്ത ചോദ്യം, തഴലമൂല എന്നതിലുള്ള അക്ഷരങ്ങൾ, ഇതിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് എണ്ണാൻ കഴിയണം. ത 1, ഐന് 2, ലാമ് 3, മീമ് 4, വാവ് 5, നൂന് 6. എത്ര അക്ഷരങ്ങളുണ്ട്? 6 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് 6 എന്നത് ടിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് എണ്ണുന്നത് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പം നീട്ടാൻ വരുന്നത് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോഴേ അവർക്ക് എണ്ണുന്നത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പം അത് പ്രത്യേകം മനസ്സിലാക്കി കൊടുക്കുക. അവിടെ അഹിലിൽ കിതാബി, ഇവിടെ നീട്ടാൻ വന്ന അലിഫുണ്ട് ഇവിടെ. അപ്പം അതൊരു ലെറ്ററായിട്ട് എണ്ണണം. അപ്പം അത് മനസ്സിലാക്കി കൊടുക്കുക. ഉദാഹരണം, ലാ ഉക്സിമു, ഇതിൽ എത്ര അക്ഷരം ഉണ്ട് നോക്കിയാൽ ഇവിടെ ലാ എന്നതിനെ നീട്ടാൻ ഒരു അലിഫ് കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ 1, 2, 3, 4, 5, 6 അക്ഷരം എന്ന് മക്കൾക്ക് മനസ്സിലാവണം. അപ്പോൾ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അതേപോലെ
ഹലക്കിന എന്നുള്ളതിൽ ഹ ലാമ് കാഫ് നൂന് ഇവിടെ നീട്ടാൻ അലിഫും കൂടി വരുന്നുണ്ട്. അപ്പം അത് അങ്ങനെ അലിഫിനെ വേറൊരു അക്ഷരമായിട്ട് എണ്ണാൻ മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ യാ വരുന്നത്, വാവ് വരുന്നത്, നീട്ടാൻ യാവും വാവും ഒക്കെ വരുന്നത് അതുപോലെ മനസ്സിലാക്കി കൊടുക്കണം. അടുത്തത് എന്താണ്? ഫവസത്തിന. ഫവസത്തിന ബിഹി ജംഅ. ഫവസത്തിന ബിഹി ജംഅ. ഇതിൽ നീട്ടി ഓതണം. ഇവിടെ എവിടെയാണ് നീട്ടി ഓതേണ്ടത് എന്നാണ്. ഇവിടെ ഹാഇനെയാണ്. യാ സൊയ്റ, അലിഫ് സൊയ്റ, വാവ് സൊയ്റ. ചെറിയ അലിഫ്, ചെറിയ വാവ്, ചെറിയ യാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഹാഇനെയാണ് ഇവിടെ നീട്ടി ഓതിയത്. ഫവസത്ത് നബിഹി ജംഅ. അപ്പം ഇതിൽ ഹാഇനെ എന്നത് നമുക്ക് ശരിയടയാളപ്പെടുത്താം, മനസ്സിലാക്കാം. അടുത്തത് അഹ്ലിൽ കിതാബി. അഹ്ലിൽ കിതാബി എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം. അഹ്ലിൽ കിതാബി, ഇതിൽ ഉച്ചരിക്കാത്ത അക്ഷരമാണ് ഈ അലിഫ്, വസ്ലിൻ്റെ അലിഫ്. നമ്മൾ പഠിച്ചിരുന്നു. അലിഫാണ് അതിൽ ഉച്ചരിക്കാത്തത്. ഇടയിൽ വരുമ്പോൾ ഉച്ചരിക്കൂല. ആദ്യത്തിലാണ് ഈ സ്വാദിൻ്റെ തല പോലുള്ള ഒരു അലിഫ് വന്നാൽ തുടക്കത്തിലാണ് ആ എന്ന് പറയുക. ഇടയിൽ വന്നാൽ നമ്മളത് ഉച്ചരിക്കാതെ അടുത്ത അക്ഷരത്തിലേക്കാണ് ഇവിടെ ചേർത്ത് പറയുക. അഹിലിൽ ലിൽ. അപ്പോൾ ഈ അൽ കിതാബി എന്ന് പറയില്ല, അഹിലി അൽ എന്ന് പറയൂല. അപ്പം അത് മനസ്സിലാക്കുക. അതുപോലെ വേറെ ഏതെങ്കിലും വേർഡ്സുകൾ തന്ന് അതിൽ ഇടയിൽ ഈ അലിഫ് ചെറിയ സ്വാദ് പോലെ ഫത്തഹിട്ട അലിഫ് ഉണ്ടെങ്കിൽ അത് ഉച്ചരിക്കൂല, മനസ്സിലാക്കി കൊടുക്കുക. അടുത്തത് ഹസദ്. ഹസദ് എന്നതിലുള്ള ആദ്യത്തെ അക്ഷരം എന്ന്. ആദ്യത്തെ അക്ഷരം ഏതാണ്? ഹ ആണ്. അപ്പം അത് ഹ അവർക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. ഹ, ജീമ്, ഹ മൂന്നും ഒരുപോലെയാണ്. പുള്ളികൾക്കാണ് വ്യത്യാസം വരിക. ഹന് പുള്ളില്ല, ജീമിന് താഴത്ത് വരും, ഹന് മുകളിൽ വരും. അപ്പം അത് മനസ്സിലാക്കണം. അപ്പോഴാണ് അത് ശരിയാക്കാൻ കഴിയുള്ളൂ. അതുപോലെ ഐന് വരുമ്പോൾ തൈല മൂന എന്നതിൽ രണ്ടാമത്തെ അക്ഷരം ഏതെന്ന് ചോദിച്ചിട്ട് ഐന്. ഐന് 3 രീതിയിൽ തരാം. ഒന്ന് ഇങ്ങനെ തരാം, അല്ലെങ്കിൽ ഐന് തരാം പുള്ളിയുള്ള, ഇല്ലെങ്കിൽ അംസ പോലെ ഇങ്ങനെ ഐന് തരാം. അംസ, ഐന്, മനസ്സിലാക്കുക. അപ്പോൾ ഈ 3 രീതി തന്നാൽ നമുക്ക് നടുവിലുള്ള അക്ഷരം ഏതാണ് ഐന് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം കുട്ടികൾക്ക്. അപ്പോൾ ഐന് ചേർത്ത് എഴുതുമ്പോൾ ഈ രീതിയിലാണ് എഴുതുക എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. അടുത്ത ശ്രദ്ധിക്കുക. അടുത്തത് സ്വാദുള്ള വാക്കാണ്. ഇതിലേതിലാണ് സ്വാദുള്ള വാക്ക് വന്നത്? നമ്മുടെ സുബ്ഹൻ, ലൊബ്ഹൻ, കദ്ഹൻ. ഇതിൽ സ്വാദ് വന്നത് സുബ്ഹൻ എന്നതിലാണ്. അപ്പോൾ സ്വാദ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ ലോദ്, തോ, ലോ ഇതൊക്കെ ഇതുപോലെ വരാവുന്നതാണ്, മനസ്സിലാക്കുക. അതുപോലെ ഫാഉം കാഫും അതൊക്കെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്ന അക്ഷരങ്ങളാണ്. ഫാഇന് 1 പുള്ളിയാണ്, കാഫിന് 2 പുള്ളിയാണ്. അപ്പോൾ ഇവിടെ ഹസദ് എന്ന് വന്നതുപോലെ ഇതും മനസ്സിലാക്കുക. ഇനി അടുത്തത് അഫ്കാലഹ. അഫ്കാലഹ എന്നതിലുള്ള അലിഫുകൾ. ഇതിൽ എത്ര അലിഫുണ്ട്? എത്ര അലിഫാണ് ഉള്ളത്? അഫ്കാ, കാഫിനെ നീട്ടാൻ 1 അലിഫും, ലഹ എന്നുള്ള അലിഫ് ഹാഇനെ നീട്ടാൻ 1 അലിഫും. അപ്പോൾ നമുക്ക് 2 അലിഫ് അവിടെയും കിട്ടി. ഫസ്റ്റ് ഇവിടെ ആ, 1 അവിടെ 1 അലിഫും. അങ്ങനെ നമുക്ക് 3 അലിഫുകൾ കിട്ടി. അപ്പോൾ നമുക്ക് 3 എന്നത് ശരിയടയാളപ്പെടുത്താം. അപ്പോൾ ഈ അലിഫ് വരുന്നത് പ്രത്യേകം മനസ്സിലാക്കി കൊടുക്കണം കുട്ടികൾക്ക്. അലിഫ് ഇങ്ങനെ ചേർത്ത് വരുമ്പോൾ വരുന്ന രീതിയും ഇടയിൽ വസ്ലിൻ്റെ അലിഫ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ അലിഫ് വരുന്നതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. അത് എണ്ണീട്ട് ഇതുപോലെ ടിക്ക് ചെയ്യാൻ വരാം. ഇവിടെ അല്ലദീന ഇദക്താലു നമ്മൾ പഠിച്ച വസ്ലിൻ്റെ അലിഫ്, നേരത്തെ പറഞ്ഞ വസ്ലിൻ്റെ അലിഫാണിത്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ വന്നത് കൊണ്ടാണ് നമ്മളിവിടെ ആ അല്ലദീന എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഇടയിൽ വന്നത് അവിടെ. അപ്പോൾ അക്താലു എന്ന് പറഞ്ഞില്ല, ഇതക്താലു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉച്ചരിക്കാത്ത അക്ഷരം ഈ അലിഫാണ്, മനസ്സിലാക്കുക. ഇനി ഇതിൽ എത്ര അലിഫ് ഉണ്ട് നോക്കിയാൽ ചോദിച്ചാൽ നമുക്ക് എണ്ണാൻ കഴിയണം. അല്ലദീന എന്നുള്ളിടത്ത് ഇവിടെ 1, ഇതാ എന്നുള്ളിടത്ത് 2, നീട്ടാൻ 1, അപ്പം 3 എണ്ണായി. പിന്നൊന്ന് 4, താ നീട്ടാൻ 1, 5, ലൂ ഇവിടെ
അവിടെയും ഒരു അലിഫ് വന്നു. അപ്പോൾ നമുക്ക് എത്ര അലിഫ്? 1 2 3 4 5 6 അലിഫുകൾ നമുക്കിവിടെ വന്നു. നമുക്ക് എണ്ണി മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ ഇതുപോലെ ഓരോ പദത്തിൽ നിന്നും അലിഫുകൾ എണ്ണാൻ കഴിയണം. വ അമ്മസായില 1 2 3 4 അലിഫുകൾ വന്ന് മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇവിടെ എന്താണ്? ഇഖ്റ, ഇത് ഓതേണ്ട ശരിയായ രൂപം. അപ്പം നമുക്ക് ഇതറിയാം, ഇത് ഇഖ്റ എന്നാണ്. അപ്പോൾ ഇവിടെ വസ്ലിൻ്റെ അലിഫാണ് വന്നത്. അപ്പോൾ ഇവിടെ ഓതേണ്ട ശരിയായ രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ എഴുതണം. ഇവിടെ ഊ ആണ്. ഉഖ്റ, അഖ്റ, ഇഖ്റ. അപ്പോൾ ഇവിടെ ഏതാണ് ഓതേണ്ട ശരിയായ രൂപം? ഏതാണ്? സൂറത്തുൽ അലക്ക് തുടങ്ങുന്നത് ഇഖ്റ തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മളവിടെ അഖ്റ ബിസ്മി എന്നല്ല നമ്മൾ ഓതി തുടങ്ങുന്നത്. നമ്മളവിടെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന് പറഞ്ഞിട്ടാണ് ഓതുന്നത്. അപ്പോൾ അവിടുത്തെ ഉച്ചാരണം ഇഖ്റ എന്നാണ്. അപ്പോൾ നമ്മൾ ഇഖ്റ എന്നത് ശരി അടയാളപ്പെടുത്തി കൊടുക്കാം. ഇഖ്റ മനസ്സിലാക്കുക. ആ വന്നതുകൊണ്ട് ഇനി അഖ്റ എന്നാണെന്ന് കുട്ടികൾക്ക് തെറ്റിദ്ധരിച്ചു പോവാം. അപ്പോൾ മനസ്സിലാക്കുക, ഊ അല്ല ഇത് ആ ആണല്ലോ, ഫതഹ ആണല്ലോ എന്നൊക്കെ കരുതി ഇവിടെ അഖ്റയിൽ പോയി ടിക്ക് ചെയ്യാൻ കുട്ടികൾ അങ്ങനെ ചെയ്തു പോവാൻ ഇടാവരുത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ വന്നാൽ ആ ഇഖ്റ എന്നുള്ള ഇവിടെയാണ് ശരി അടയാളപ്പെടുത്തേണ്ടതെന്ന് നിങ്ങൾ എഴുതി ഒരു റഫായിട്ടൊരു പേപ്പറിൽ എഴുതിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുക, മനസ്സിലാക്കുക. ഇനിയാ വലയ്യക്കുല്ലഹു എന്നതിലെ നൂനിനെ എന്താണ്? നൂനിനെ എന്താണ് ചെയ്യേണ്ടത്? വലയ്യക്കുല്ലഹു. ഇവിടെ നൂനിനെ ഉച്ചരിക്കരുത്. യക്കുൻ ലഹു നമ്മൾ പറയൂല. ഇവിടെ തജ്വീദിൻ്റെ നിയമം ഇദാമും ബിലാവുന്ന വന്നിട്ടുണ്ട്. നൂനിൻ്റെ ശേഷം ലാമ് വന്നു. അപ്പോൾ ഇവിടെ ഉച്ചരിക്കരുത്. അപ്പോൾ നമുക്ക് നൂനിനെ ഉച്ചരിക്കരുത് എന്നത് ശരി അടയാളപ്പെടുത്താം. ഇവിടെ നീട്ടി ഓതണം, മണിക്കണം എന്നൊക്കെയാണ് വന്നത്. അപ്പോൾ ഇവിടെ ശബ്ദമുള്ള നൂനല്ല മണിക്കാൻ. ഇവിടെ നീട്ടാൻ ഇതിന് അലിഫോ വാവോ യാ ഓ, നീട്ടേണ്ട മദ്ദക്ഷരമായ അലിഫോ വാവോ യാ ഓ ഇവിടെ ഇല്ല. അപ്പോൾ ഇതിനെ ഉച്ചരിക്കരുത് എന്ന് നമുക്ക് മനസ്സിലാക്കി ശരി അടയാളപ്പെടുത്താം. ഇനി ഇവിടെ ചേരുംപടി ചേർക്കാനാണ് വന്നത്. മനസ്സിലാക്കാം. എന്താണ്? ആദ്യത്തെ അക്ഷരം ഹ ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഖുറാനിലെ ചെറിയ വേർഡ്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ അക്ഷരം ഹ ആണ്. ഇവിടെ ഹ കൊണ്ട് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഈ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ അക്ഷരം ചോദിച്ച പോലെ അടുത്തത് അവസാനത്തെ അക്ഷരം ദാലാണ്. അവസാനത്തെ അക്ഷരം ദാലാണ്. ദാലിൽ അവസാനിക്കുന്നത് ഇതാ മസദ്. അപ്പോൾ അതിൻ്റെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ തുടക്കവും അവസാനവും ഏത് അക്ഷരമാണെന്ന് നന്നായി മനസ്സിലാക്കി വെക്കുക ഓരോ പദത്തിൻ്റെയും. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ആയത്ത് ഇതുപോലെ കണ്ടാൽ ഇവിടെ തുടക്കം ലാമാണ്. അടുത്തതാ ഇവിടെ ഹ ആണ്. ഹ ഇനെ നീട്ടിയാണ് ഓതിയത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം. എത്ര ഉന്നഹ, ഹ ഇനെ നീട്ടി. ഹ ആണ് അവിടെ അവസാനിക്കുന്ന അക്ഷരമെങ്കിലും അലിഫുണ്ട് അവിടെ. അപ്പോൾ നമുക്കവിടെ അവസാനിക്കുന്നത് അലിഫാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഹ ഇനെ നീട്ടി ഓതി അലിഫ് കൊണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ ഒക്കെ വന്നാൽ മനസ്സിലാക്കാൻ കഴിയണം. ഇനി അടുത്തത് എന്താണ്? നടുവിലുള്ള അക്ഷരം ഐനാണ്. നടുവിലുള്ള അക്ഷരം നേരത്തെ ഞാൻ പറഞ്ഞ ഫായല എന്നതിൽ നടുവിലുള്ളത് ഐനാണ്. മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഡി നമുക്ക് അതിൻ്റെ നേരെ എഴുതി കൊടുക്കാം. അടുത്ത് ഹ ഇനെ നീട്ടി ഓതിയത് ഇവിടെ ലത്തറ ഉന്നഹ. അപ്പോൾ അവിടെ അതിൻ്റെ ബി നമുക്ക് എഴുതാം. ഈ മീമിനെ മണിച്ചു ഓതി ഇവിടെ സുമ്മ, ശബ്ദമുള്ള മീമ് വന്നു സുമ്മ. അപ്പോൾ അതിൻ്റെ സി എഴുതാം. അപ്പോൾ മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ വരണമെന്നില്ല. ഇതുപോലെ ആദ്യത്തെ അക്ഷരം ചോദിക്കാം, അവസാനത്തെ അക്ഷരം ചോദിക്കാം, നടുവിലെ അക്ഷരം ചോദിക്കാം, നീട്ടി ഓതിയ അക്ഷരം. ഇതുപോലെ ഹ ഇനെ നീട്ടി ഓതിയതുപോലെ മീമിനെ നീട്ടി ഓതിയത്. അപ്പോൾ അത് മീമ് നീട്ടിയത് വേണം. മീമിനെ മണിച്ചോതിയത്. അപ്പോൾ അത് മീമ് മണിച്ചൊരു ഇത് വേണം. ശബ്ദമുള്ള നൂന് വന്നു. അപ്പോൾ ഇതിലത് വേണം. പിന്നെന്താണ്? ഉച്ചരിക്കാത്ത അലിഫുള്ള പദം. അപ്പോൾ ഇവിടെ ഏതിലെങ്കിലും വസ്ലിൻ്റെ അലിഫുള്ള ഏതെങ്കിലും ഒരു പദം വരാം. മനസ്സിലാക്കുക.
അങ്ങനെ നോക്കിയിട്ട് അടയാളപ്പെടുത്താൻ കഴിയണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അടുത്തത് എന്താണ്? പൂരിപ്പിക്കാനാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ തജ്വീദിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങളാണ്. അത് എങ്ങനെയും വരാം, ഏത് പദങ്ങളും മാറ്റിത്തരാം, ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഈ ചോദ്യപേപ്പർ കൊണ്ട് തന്നെ നമുക്ക് ഈ തജ്വീദ് മുഴുവനായിട്ട് പഠിക്കാം എന്നാണ് ഞാൻ ചെയ്യുന്ന വീഡിയോ കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ഇന്ന് ഈ ചെയ്ത വീഡിയോ കണ്ടിട്ട് നിങ്ങളെ കുട്ടിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും, എൻ്റെ കുട്ടിക്ക് ഈ ചോദ്യപേപ്പർ കൊണ്ട് തന്നെ നല്ല മാർക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയും എന്ന രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. എത്ര ചോദ്യപേപ്പർ ചെയ്താലും ഏത് പാഠബുക്ക് ചെയ്താലും എനിക്ക് ഒരു ലൈക്കൊക്കെ തരാൻ മടിയാണ് എല്ലാവർക്കും. എനിക്ക് വേണ്ടിയിട്ടല്ല, പക്ഷെ എന്നെ മറ്റുള്ളവർ കളിയാക്കുന്നുണ്ട്. ആ വീഡിയോക്ക് അത്ര ലൈക്കാണ് കിട്ടിയത്, നിങ്ങളെന്തിനാണ് ഇങ്ങനെ മെനക്കെടുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് കളിയാക്കുന്നവരുണ്ട്. എനിക്കതൊരു പ്രശ്നമല്ല. അത് കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്? അപ്പോൾ ഒരു ലൈക്കും കമൻ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അതെനിക്ക് വേണ്ട. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലുകൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ ചെയ്തു തരുന്ന ഒരു സഹായമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികൾക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി ചോദ്യങ്ങളും മനസ്സിലാക്കാം. എന്താണ്? പൂരിപ്പിക്കാനാണ്. കല്ലിഹിനി എന്നതിലെ ഡാഷിനെ ഉച്ചരിക്കരുത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വസ്ലിൻ്റെ അലിഫുണ്ട് ഇവിടെ ഇടയിൽ, കണ്ടില്ലേ? കാഫുമിലൂടെ എഴുതിയ. അപ്പോൾ ഇവിടെ നമുക്ക് അലിഫ് എന്ന് എഴുതി കൊടുക്കാൻ കഴിയണം. അലിഫിനെ ഉച്ചരിക്കരുത്. അപ്പം ഞാനത് ഈ ചോദ്യപേപ്പറിൽ എഴുതാത്ത എന്താ അറിയോ? എനിക്ക് ഈ ചോദ്യപേപ്പർ ഇവിടെ വീട്ടിൽ കുട്ടികൾ എക്സാം വരും ട്യൂഷനായിട്ട്, അപ്പോൾ അവർക്ക് എഴുതിക്കാനുള്ളതാണ്. അപ്പോൾ ഞാനതിൽ ചോദ്യം എഴുതിയാൽ ആൻസറൊക്കെ എഴുതിയാൽ ബുദ്ധിമുട്ടാവും. അത് കാരണമാണ് ഞാൻ ചോദ്യപേപ്പറിൽ എഴുതാത്തതൊക്കെ. മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് അടുത്തത്? അപ്പോൾ ഇവിടെ അലിഫാണ് ഉച്ചരിക്കാത്തത്. ഇദാ ജാ എന്നതിലെ ഡാഷിനെ കൂടുതൽ നീട്ടി ഓതണം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ കൂടുതൽ നീട്ടേണ്ടത് ജീമിനെ മദ് വന്നിട്ടുണ്ട്, ജാ. അപ്പോൾ ഇവിടെ ജീമിനെ കൂടുതൽ നീട്ടണം. ഇവിടെ ദാലിന് അലിഫാണ്. അലിഫാവുമ്പം കുറച്ച് നീട്ടിയാൽ മതി. പക്ഷെ അലിഫും മദ്ദും കൂടി ഇങ്ങനെ വരുമ്പം കൂടുതൽ നീട്ടണം. ഇത് കുറച്ച് നീട്ടിയാൽ മതി, ഇത് കൂടുതൽ നീട്ടണം. മനസ്സിലാക്കുക. അതൊക്കെ നമുക്ക് തജ്വീദ് പഠിക്കുമ്പോൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ മനസ്സിലാക്കാം. ഇത് അസ്ലിയായ മദ്ദാണ്. മനസ്സിലാക്കുക. ഇത് ഫർഇയായ മദ്ദാണ്, കൂടുതൽ നീട്ടേണ്ടത്. മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ കൂടുതൽ നീട്ടിയ അക്ഷരം ഏതാണെന്ന് വെച്ചാൽ ജീമ് നമുക്കിവിടെ എഴുതാൻ കഴിയണം. അടുത്തതാ ഹമ്മാലത്ത എന്നതിലെ മീമിനെ ഡാഷ് ഓതണം. എന്താണ്? മണിച്ച് ഓതണം. അപ്പോൾ മണിച്ച് എന്നൊക്കെ ഉള്ളത് എഴുതി പഠിക്കുക. കുട്ടികൾക്ക് എന്തായാലും അത് എഴുതാനൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട് മണിച്ച് എന്നുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നോക്കിയിട്ട് എഴുതി പഠിപ്പിക്കുക. നൂനിനെ മണിച്ചോദണം, മീമിനെ മണിച്ചോദണം എന്നതൊക്കെ എഴുതി പഠിപ്പിക്കുക. അപ്പോൾ ഇവിടെ മണിച്ച് ഓതണം എന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. മീമിന് ശബ്ദമുള്ള മീമാണ് വന്നത്, അപ്പം മീമിനെ മണിച്ചോദണം. അപ്പോൾ ഇതുപോലെ വേറെ വേർഡ്സാണ് തരിക. അതിൽ ശബ്ദമുള്ള മീമിൻ്റെതാവാം വരുന്നത്, അല്ലെങ്കിൽ ശബ്ദമുള്ള നൂനുള്ള ഒരു പദമായിരിക്കണം ഇവിടെ വരിക. പക്ഷെ ബാക്കി ചോദ്യം അതുപോലെ തന്നെ വരും. എന്നതിലെ മീമിനെ അല്ലെങ്കിൽ എന്നതിലെ നൂനിനെ മണിച്ചോദണം എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ പദമേ മാറുള്ളൂ. അതിൽ ശബ്ദമുള്ള നൂനുണ്ടോ ശബ്ദമുള്ള മീമുണ്ടോ നോക്കുക. അതിന് ഉത്തരം മണിച്ചോദണം എന്ന് നമുക്ക് എഴുതാം. മനസ്സിലാക്കുക. അല്ലെങ്കിൽ ചോദ്യം വരുന്നത് എങ്ങനെ ആയിരിക്കണം? ഹമ്മാലത്തൽ എന്നതിൽ മണിച്ചോതി. എന്തിനെ എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എന്തിനാണ്? അപ്പോൾ ഇവിടെ മീമാ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ ഈ മീമിനെ പോലെ നമുക്കിവിടെ എഴുതി കൊടുക്കണം. മണിച്ചോതി. ഏതിനെന്ന് വെച്ചാൽ മീമിനെ.
ഇങ്ങനെ എഴുതണം. അതുപോലെ ഹമ്മാലത്തൽ എന്നുള്ള വന്നതുപോലെ നൂനുള്ളൊരു പദം എന്താണ്? ബിറബ്ബിന്നാസ്, ബിറബ്ബിന്നാസ്. അതിൽ മണിച്ചോതി. എന്തിനാണ്? നൂന്. റബ്ബിന്നാസ് എന്നതിലെ നൂനിനെ മണിച്ചോതി. അപ്പോൾ ആ രീതിയിലും ഇവിടെ പഠിക്കുക, മനസ്സിലാക്കുക. അവിടെ വൈന്നഹു ഞാൻ ചോദ്യം നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ മേലെ പറഞ്ഞത്, മനസ്സിലാക്കുക. അപ്പോൾ വ ഇന്നഹു ലിഹുബിൽ ഹൈരി എന്നതിലെ ഡാഷിനെ നീട്ടി ഓതി, മനസ്സിലായില്ല? അപ്പോൾ വ ഇന്നഹു ലിഹുബിൽ ഹൈരി ഇവിടെ നീട്ടി ഓതി അക്ഷര ഹ ആണ്, മനസ്സിലാക്കുക. ചെറിയ വാവ് വന്നിട്ടുണ്ട് ഇവിടെ, വാവ് സ്വൈറ. അപ്പോൾ നമ്മൾ നീട്ടി ഓതി മണിക്കേണ്ടത് നേരത്തെ പറഞ്ഞു. അതുപോലെ ഇവിടെ ഷദ്ദുള്ള നൂന് വന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ നീട്ടി ഓതി എന്തിനെയാണെന്നാ? ഇവിടെ ഹായിനെ. അപ്പോൾ നമുക്ക് ഇവിടെ ഹാ എന്ന് എഴുതി കൊടുക്കണം, മനസ്സിലാക്കുക. ഹായിനെ നീട്ടി ഓതണം. ഇതുപോലെ യാ വരാം. നേരത്തെ യാ സോയിറയുടെ ഒരു പദം നമ്മൾ കണ്ടിരുന്നു. അതുപോലെ വാവ് സോയിറയാണ് ഇവിടെ വന്നത്. അതുപോലെ അലിഫ് സോയിറ വന്നിട്ടുള്ള പദങ്ങളും വരാറുണ്ട്. നമ്മൾ തജ്വീദ് ഖുർആനിൽ ഇങ്ങനെ ഒരു തദ്രിബാത്ത് പഠിച്ചിരുന്നു. അലിഫ് സോയിറ, വാവ് സോയിറ, യാ സോയിറ. അപ്പോൾ ദാ മനസ്സിലാക്കുക, അലിഫ് സോയിറ വന്നു. അപ്പോൾ ഇവിടെ യാഇനെയാണ് നീട്ടിയത്. ഇവിടെ ആബിദൂൻ, ഇവിടെ ഐനിനെ നീട്ടി. ആബിദൂൻ എന്നതിൽ ഐനിനെ നീട്ടി. ലഹു എന്നതിൽ ഹാഇനെ നീട്ടി. പിന്നെ സമാവാത്തി മീമിനെ നീട്ടി. വാവിനെ നീട്ടി. അപ്പോൾ ഇവിടൊക്കെ അലിഫ് വരുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഏത് അക്ഷരത്തിൻ്റെ അടുത്താണോ ആ അക്ഷരത്തെയാണ് നീട്ടുന്നത് മനസ്സിലാക്കി കൊടുക്കുക. അവിടെ ഇന്നഹു ഹാഇനെ നീട്ടി. ഇവിടെ മാലുഹു ഹാഇനെ നീട്ടി. വ ഉമ്മുഹു ഇവിടെ ഹാഇനെ നീട്ടി. ഈലാഫി അലിഫിനെ നീട്ടി. അലിഫിനെ നീട്ടി. ഇബ്രാഹിം ഹാഇനെ നീട്ടി. യാ ആണത്, മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ ഈ തദ്രിബാത്ത് എടുത്തിട്ട് കുട്ടികൾക്ക് നിങ്ങൾ ചോദ്യം ചോദിക്കാം കുട്ടികളോട്. ഇവിടെ ഇതിൽ ഏത് അക്ഷരത്തെയാണ് നീട്ടിയത്, ഇതിൽ ഏതിനെയാണ് നീട്ടിയത് നോക്കാം. ഇവിടൊക്കെ അലിഫ് സോയിറയും വാവ് സോയിറയും അല്ലാതെ മാ എന്നതിനെ നീട്ടുന്നുണ്ട്, മനസ്സിലാക്കുക. മാ. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ മദ് വരുന്നത് കൂടുതൽ നീട്ടിയത് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ യാ എന്നതാണ് കൂടുതൽ നീട്ടിയ മദ് വന്നിട്ടുണ്ട്, മനസ്സിലാക്കുക. അങ്ങനെയും അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ 2ാം ക്ലാസ്സിനും ലൈവ് വേണം, 3ാം ക്ലാസ്സിനും ലൈവ് വേണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ലൈവിൽ ഇങ്ങനെ വിശദമായിട്ട് എനിക്ക് സ്ക്രീനായിട്ട് കാണിച്ചു തരാനൊന്നും കഴിയൂല. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ക്ലാസ്സിനൊന്നും ലൈവ് വെക്കാത്തത്. എനിക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ ഒക്കെ ലൈവ് ക്ലാസ്സുകളൊക്കെ കാണാറുണ്ട്. എജുപോർട്ട് ഇങ്ങനെയുള്ള സൈലത്തിൻ്റെ ഒക്കെ അവർക്കൊക്കെ അതിൻ്റേതായ സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. ഞാനൊരു കോള് വരുന്ന ഒരു ഫോണ് കൊണ്ടാണ് ഈ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഇടയിൽ തന്നെ ഏതെങ്കിലും കോള് വന്നാൽ വീഡിയോ പകുതി കട്ടാ. പിന്നെ രണ്ടാമതും എവിടെ വരെയാണ് ആയത് നോക്കിയിട്ട് രണ്ടാമതും എടുക്കണം. അങ്ങനെ ഒരുപാട് എഫേർട്ടുകൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ പരസ്പരമുള്ള ദുആ ആണ് നമുക്കുള്ള ഏറ്റവും വലിയ രക്ഷ, അത് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത എന്താണ്? തളിലീലിൻ എന്നതിൽ ഡാഷ് അക്ഷരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ അക്ഷരങ്ങളൊക്കെ എണ്ണിയിട്ട് എഴുതണം. ഏതൊക്കെ അക്ഷരങ്ങളാണെന്ന് എണ്ണി നോക്കാം നമുക്ക്. താ 1, ലോദ് 2, ലാമ് 3, ലാമിനെ നീട്ടാൻ യാ ഉണ്ട് 4, 5 ലിൻ, തളിലീലിൻ, മനസ്സിലാക്കുക. 5 അക്ഷരങ്ങൾ 1, 2, 3, 4, 5. അപ്പോൾ യാ ഇങ്ങനെ വന്നതുകൊണ്ട് എന്തായാലും എണ്ണിപ്പോകും കുട്ടികൾ. പക്ഷേ ഈ അലിഫ് വരുമ്പോഴാണ് കുട്ടികൾക്ക് എണ്ണാൻ വിട്ടുപോവുക. അപ്പോൾ അത് അവർക്ക് പ്രത്യേകം മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 5 അക്ഷരങ്ങളുണ്ട് എന്ന് എഴുതി കൊടുക്കാം.
അതുപോലെ മനസ്സിലാക്കി കൊടുക്കുക. അലിഫ് വരുമ്പോൾ ഇവിടെ ബിഹിജാ ജാ ജീമായിട്ട് മാത്രം ഒരു എണ്ണുള്ളൂ. അപ്പം അതിൻ്റെ കൂടെ അലിഫും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലായില്ല? അങ്ങനെ എണ്ണിക്കാം. അപ്പോൾ അത് എണ്ണീട്ട് എഴുതാൻ കഴിയാം. അടുത്തതാ ബിഹിജാറത്തിൻ. ബിഹിജാറത്തിൻ എന്നതിലെ ആദ്യത്തെ അക്ഷരമേത്? അപ്പം എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. ഇവിടെ ജീമാണോ ഹ ആണോ എന്നൊക്കെ അവർക്ക് തോന്നി. അവരെന്താണ് എഴുതുക നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കുക? അവർക്ക് നന്നായി മനസ്സിലാക്കി കൊടുക്കുക. പരീക്ഷയ്ക്ക് ഇനിയും 20 ദിവസത്തോളം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അക്ഷരത്തോട് ചേർന്ന് വരുന്ന പദങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഹഇനോടും ജീമിനോടും ഹഇനോടും ആണ് ഇങ്ങനെ വരിക. മുകളിലേക്ക് ചേർത്തിട്ട് ബാ, ഇവിടെ ബാ ആണ് വന്നത്. ബാഇന് ഇവിടെ താഴെ ഒരു പുള്ളിയും കസ്രയും ബി. ബി മനസ്സിലാക്കുക. ബി ആണ് അതിവിടെ വന്നത്. ഇവിടെ വന്ന് താ. ഈ ഹഇൻ്റെ കൂടെ മുകളിലേക്ക് വരച്ച് 2 പുള്ളി മുകളിലിട്ട് താ തൂ ആണ്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം താ, ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം ബാ. അപ്പോൾ പുള്ളി മനസ്സിലാക്കുക. ഇനി ഇവിടെ മുകളിൽ ഒരു പുള്ളിയും ഫതഹും ആണ് വന്നതെങ്കിൽ നൂനാണ് ആദ്യത്തെ അക്ഷരം എഴുതാൻ കഴിയണം. അപ്പം മുകളിൽ പുള്ളി വന്നത് നോക്കുക. പിന്നെ ഈ താഇൻ്റെ പോലെ 3 പുള്ളിയാണ് വന്നതെങ്കിൽ സ ആണ്. സജ്ജാജ സജ്ജാജ എന്നുള്ള വേർഡ്സിൽ ഇതുപോലെ സ എഴുതാം, 3 പുള്ളി മുകളിലിട്ടിട്ട്. അപ്പം ആദ്യത്തെ അക്ഷരം ഏതാണെന്ന് വെച്ചാൽ സ എഴുതാൻ കഴിയണം. പിന്നെ യാവും ഇതുപോലെ എഴുതാം. അപ്പം എന്താണ്, ഇവിടെ ഈ ബാഇന് ഒരു പുള്ളി ഇട്ടതുപോലെ 2 പുള്ളി വരും. യജ്അലൂന യാഇൻ്റെ 2 പുള്ളി ഇവിടെ, യാഇന് ഫതഹ് ഇവിടെ കൊടുക്കും. മനസ്സിലാക്കുക. യജ്അലൂന. അപ്പം അതൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് എഴുതി കൊടുക്കുക. ഇതുപോലെ എഴുതിയിട്ട് യാഇൻ്റെ 2 പുള്ളി ഇവിടെ, ഫതഹ് ഇവിടെ ഇട്ടിട്ട് ഇതിൽ ആദ്യത്തെ അക്ഷരം ഏതാന്ന് കുട്ടീനോട് ചോദിക്കുക. എന്നിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് അവരെ കൊണ്ട് ആ യജ്അലൂന എന്നുള്ളത് എഴുതി പഠിപ്പിക്കുക. ഇങ്ങനെയാണ് യജ്അലൂന. അപ്പം യാ എങ്ങനെ വന്നത്, ബ എങ്ങനെ വന്നത്, താ എങ്ങനെ വന്നത്, നൂൻ എങ്ങനെ വന്നത്, സ എങ്ങനെ വന്നത്, മീമും വരാറുണ്ട് ഇങ്ങനെ. മജീദ് മജീദ്. അപ്പോൾ ഇവിടെ അങ്ങനെ മീമ്, ഫസ്റ്റ് മീമ് വരും, എന്നിട്ട് ജീമ്. മനസ്സിലാക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ പഠിപ്പിച്ചു കൊടുക്കുക. മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇതിവിടെ നമുക്ക് ബ എന്ന് എഴുതി കൊടുക്കാം. ആദ്യത്തെ അക്ഷരം ബ ആണ്. ഇനി ലത്തുസ് അലുന്ന. ലത്തുസ് അലുന്ന എന്നതിൽ മണിച്ച് ഓതേണ്ട അക്ഷരമേത്? നൂന്. നമ്മൾ പറഞ്ഞതാണല്ലോ നേരത്തെ. ഷദ്ദുള്ള നൂനാണ്. അപ്പം നൂനിനെ നമ്മൾ മണിച്ചോതണം. അപ്പം നൂനെന്ന് അവിടെ എഴുതാം. അടുത്തത് എന്താണ്? തുഹദ്ദിസു. തുഹദ്ദിസു എന്നതിൽ അവസാനത്തെ അക്ഷരമേത്? സ ആണ്. അവസാനത്തെ ആദ്യത്തെ ഒക്കെ മനസ്സിലാക്കുക. തുഹദ്ദിസു. അപ്പം നമുക്ക് ഇവിടെ സ എഴുതി കൊടുക്കാം. സ എഴുതാം. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുക. ഇനി അടുത്തത് എന്താണ്? ഉലായിക്ക. ഇതെല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഉലായിക്ക എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം ഏത്? ഇതെല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണ്. അപ്പം ഈ വാവ്, ഉലായിക്ക എന്നതിലെ വാവ്, അത് ഈ പദം തന്നെയാണ്. ഉലായിക്ക എന്നത് തന്നെയാണ് ചോദിക്കൽ. അപ്പോൾ ഈ ഇടയിൽ വന്ന വാവ്, സുക്കൂനുള്ള ഈ വാവ് നമ്മൾ ഉച്ചരിക്കാറില്ല. മനസ്സിലാക്കുക. അപ്പോൾ ഉലായിക്ക എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം ഏതെന്ന് വെച്ചാൽ വാവ് എന്ന് നമുക്കിവിടെ എഴുതി കൊടുക്കണം. മനസ്സിലാക്കുക. പിന്നെന്താണ് അടുത്തത്? മാലം യാലം. മാലം യാലം. ഇതിൽ എത്ര മീമുണ്ട്? ഇതിൽ എത്ര മീമുണ്ട്? 1 2 3. നീ അയിന് മീമാന്ന് വിചാരിച്ച് എണ്ണി പോകണ്ട ആരും. ഇത് അയിനാണ്. അപ്പോൾ 3 മീമുണ്ട് എന്ന് നമുക്ക് എഴുതാൻ കഴിയണം. 3. മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ എത്ര അലിഫുണ്ട്? ഇതാ സിൽസിലത്തിൽ അർളു സിൽസാലഹ എത്ര സാ ഉണ്ട്? ഇതും ഇതുപോലെ ചോദിക്കുന്നതാണ്. 1 2
3 4 4 സായി ഉണ്ട്, 1 റാ ആണ്. അതും കൂടി എണ്ണി പോവും കുട്ടികൾ, മനസ്സിലാക്കുക. അപ്പോൾ എത്ര റാ ഉണ്ട്, എത്ര സായി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. സാ പുള്ളി ഉള്ളതാണ്, സായി എന്നാണ്, സായി അതാണ് പറയാ, മനസ്സിലാക്കുക. എത്ര സായി ഉണ്ട്. അതുപോലെ ഇതിൽ എത്ര അലിഫ് ഉണ്ടെന്ന് വെച്ചാലോ 1 2 3, ഇവിടെ 2, ഇവിടെ ലാമും അലിഫും കൂടി ചേർന്നിട്ട് അപ്പം 3 4 5, ഇവിടെ നീട്ടാനും വന്ന്, അപ്പോൾ 5 അലിഫുണ്ട്, മനസ്സിലാക്കുക. അങ്ങനെ എണ്ണണം. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. സൂറത്തുന്നാസിലെ ആദ്യത്തെ ആയത്ത് ഏത്? സൂറത്തുന്നാസ്. കുൽ ഔദു ബിറബ്ബിന്നാസ്. അപ്പോൾ അത് എഴുതണം ഇവിടെ. സൂറത്തുന്നാസിലെ ആദ്യത്തെ ആയത്ത് കുൽ ഔദു ബിറബ്ബിന്നാസ്. അതുപോലെ അവസാനത്തെ ആയത്ത് ചോദിച്ചാലോ മിനൽ ജിന്നത്തി വന്നാസ്. അങ്ങനെ നമുക്ക് എഴുതാൻ കഴിയണം, മനസ്സിലാക്കുക. അടുത്തതാ ഇന്നഹു കാന. ഇന്നഹു കാന എന്നതിലെ ഹാഇനെ എങ്ങനെ ഓതണം? എങ്ങനെ ഓതണം? നീട്ടി ഓതണം. അപ്പം നീട്ടി ഓതണം എന്ന് നമ്മൾ മുകളിലൊക്കെ ചോദ്യത്തിൽ വായിച്ചതാണ്. എവിടെ? നമ്മൾ മാച്ച് ചെയ്യുന്നതിൽ എഴുതിയിരുന്നു ഹാഇനെ നീട്ടി ഓതി. അപ്പോൾ അവിടെ നമുക്ക് ഹാഇനെ നീട്ടി ഓതണം, നീട്ടി ഓതണം എന്ന് നമുക്കിതുപോലെ എഴുതി കൊടുക്കാം. അപ്പോൾ എഴുതി പഠിക്കുക, എന്തായാലും നീട്ടി ഓതണം, മണിക്കണം എന്നൊക്കെ എല്ലാവരും ഇത് എന്തായാലും വരും എഴുതാൻ. അപ്പോൾ അത് എഴുതി പഠിക്കുക. അടുത്ത ചോദ്യം, യുറാഊൻ എന്നതിൽ റായിന് മുകളിൽ ഈ ചിഹ്നമുണ്ട്, കൊടുത്തത് എന്തിന് എന്നാണ്. എന്തിനാണ് അത് കൊടുത്തത്? നമ്മളിവിടെ വായിച്ചിരുന്നു. അത് കൂടുതൽ നീട്ടി ഓതണം. അപ്പോൾ ഇതും പഠിക്കുക. അങ്ങനെ വരുന്നിടത്ത് കൂടുതൽ നീട്ടി ഓതണം എന്ന് നമുക്ക് എഴുതി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളത് എഴുതാം, എഴുതി പഠിക്കുക. അത് കൂടുതൽ നീട്ടാനാണ് മദ് കൊടുത്തത്, മനസ്സിലാക്കുക. അടുത്തത് നൂനിനെ മണിച്ച് ഓതണം എപ്പോൾ? നൂനിനെ മണിച്ച് ഓതണം. അത് അധിക എക്സാമിന് ചോദിക്കുന്നതാണ്. എന്താണ്? നൂനിന് ഷദ് വരുമ്പോൾ, നൂനിന് ഷദ് വരുമ്പോൾ നൂനിനെ മണിച്ചോദണം. അപ്പം നമുക്ക് നൂനിന് ഷദ് വരുമ്പോൾ എന്ന് എഴുതാം. അടുത്തത് മുകളിൽ ഒരു പുള്ളിയുള്ള 5 അക്ഷരങ്ങൾ എഴുതുക. മുകളിൽ ഒരു പുള്ളി വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? സായി, സാല്, പിന്നെ നൂന്, ഒയിന്, ഹ. അപ്പോൾ 5 അക്ഷരങ്ങൾ മുകളിൽ പുള്ളി വരുന്നത്. ഇനി അതുപോലെ മുകളിൽ 2 പുള്ളി വരുന്ന അക്ഷരങ്ങൾ ചോദിച്ചിട്ടാണെങ്കിലോ നമുക്ക് ഏതൊക്കെ എഴുതാം? താ, പിന്നെ കാഫ്. ഇങ്ങനെ 2 അക്ഷരങ്ങൾ മുകളിൽ 2 പുള്ളി വരുന്നത്. മുകളിൽ 3 പുള്ളി വരുന്ന അക്ഷരങ്ങൾ ചോദിച്ചാലോ സാ, ഷീന്. പിന്നെ ആ 2 അക്ഷരങ്ങൾക്കാണ് മുകളിൽ 3 പുള്ളി വരുന്നത്. ഇനി 2 പുള്ളി വരുന്ന അക്ഷരങ്ങളാണ് ചോദിക്കുക. അത് മുകളിലെ താഴത്തോന്നില്ല. 2 പുള്ളി വരുന്നത് ചോദിച്ചാൽ യാ, താ, പിന്നെ കാഫ്, അങ്ങനെയൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. ഇനി ഇതുപോലെ പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ ചോദിച്ചാലോ? പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ ചോദിച്ചാൽ മീമ്, ലാമ്, റാ, ദാല്, പിന്നെ സീന്, വാവ് ഒക്കെ ഇതുപോലെ നമുക്ക് എഴുതാൻ കഴിയണം. അലിഫ്, മനസ്സിലായില്ല? അങ്ങനെ നമുക്ക് എഴുതാൻ കഴിയണം. കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. പുള്ളി ഉള്ളത്, താഴെ പുള്ളി വരുന്നത്, മേലെ പുള്ളി വരുന്നതൊക്കെ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് ഹ എന്ന അക്ഷരമുള്ള 2 അറബി വാക്കുകൾ എഴുതാനാണ്. ഹ, പുള്ളിയല്ല ഹ വരുന്നത്. അപ്പം ഇങ്ങനെ ഏതക്ഷരം വരുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ വരുമ്പം അവരോട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എവിടെയെങ്കിലും വന്ന അക്ഷരങ്ങളുള്ള പദം ഉണ്ടോയെന്ന് ശ്രദ്ധിക്കാൻ പറയുക, എന്നിട്ട് എഴുതാൻ പറയുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഹ ആണ് വന്നത്, ഹൈർ.
ഖൈർ എന്നൊക്കെ വന്നത് എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഖൈർ എന്ന്. അപ്പോൾ നമുക്ക് അത് ഇതിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. അതുപോലെ ഏത് അക്ഷരമാണോ വന്നത് അത് ഇതുപോലെ ഇതിലുള്ള ഏതെങ്കിലും പദങ്ങളിലുണ്ടോ എന്ന് നോക്കാൻ അവരോട് പറഞ്ഞു കൊടുക്കുക. ഹലക്ക് ഇവിടെയുണ്ട്. അപ്പോൾ 2 എണ്ണവും നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കിട്ടി, മനസ്സിലാക്കുക. അതുപോലെ അവർക്ക് വന്ന അക്ഷരങ്ങളുള്ള ഏതെങ്കിലും പദങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോയെന്ന് അവർക്ക് നോക്കാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അടുത്ത ചോദ്യം വന്നത് പുള്ളി ഇല്ലാത്ത 5 അക്ഷരങ്ങൾ എഴുതാനാണ്. അപ്പോൾ നമ്മൾ അവിടെ നേരത്തെ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം വായിച്ചു നോക്കുന്നില്ല, അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. സമയമില്ലാത്ത കാരണം തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം വായിച്ചു നോക്കാത്തതൊക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അലിഫ്, ലാമ്, റാ, വാവ്, മീമ്, ദാല്, സീന്, ഇങ്ങനെ പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതുപോലെ എഴുതാം. അടുത്തതാണ് കഫറു എന്നതിലെ അലിഫിനെ എന്തു ചെയ്യണം? കഫറു എന്നതിലെ അലിഫിനെ എന്തു ചെയ്യണം? റൂ എന്നതിലെ അലിഫിനെ അവിടെ ഉച്ചരിക്കരുത്, മനസ്സിലാക്കുക. കഫറു എന്നതിലെ അലിഫിനെ അവിടെ ഉച്ചരിക്കരുത്. നേരത്തെ ഉലായിക്ക എന്നതുപോലെ വന്നൊരു അലിഫാണിത്. ഉലായിക്ക എന്നതിൽ വാവ് വന്നിരുന്നു, അതുപോലെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഉച്ചരിക്കരുത് എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം, മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഷംസിയായ അക്ഷരങ്ങൾ മനസ്സിലാക്കുന്നൊരു ഭാഗം നമ്മൾ പഠിച്ചിരുന്നു. അതായത് ഇവിടെ നമ്മൾ അലിഫും ലാമും ഉച്ചരിക്കാതെ ആണ് ഇവിടെ നമ്മൾ ഓതുക. അതായത് വത്തീനി, വസ്സമറാത്തി എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എഴുത്ത് രീതി എങ്ങനെയാണ്? നേരത്തെ ഇക്ര എന്ന് ചോദിച്ചതുപോലെ വത്തീനി എന്ന് തന്നിട്ട്, അതുപോലെ വൽ തീനി, പിന്നെ വ അത്തീനി, അങ്ങനെയൊക്കെ തന്നുകാണ്ട് നമുക്ക് ഓപ്ഷൻ തരും. അപ്പോൾ അവിടെ നമ്മൾ വത്തീനി എന്നാണ് നമ്മളവിടെ ഓതുന്നത്. വൽ എന്നോ അൽ എന്നോ വ അൽ എന്നോ എന്നൊന്നും ഇവിടെ ഉച്ചരിക്കൂല. വത്തീനി, വസ്സമായി, വസ്സമറാത്തി. അപ്പം അത് മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ നമ്മൾ നേരത്തെ അക്ഷരങ്ങൾ പറഞ്ഞ് പുള്ളിയുള്ളതും പുള്ളിയില്ലാത്തതൊക്കെ. അതുപോലെ ഷംസിയായ അക്ഷരങ്ങളിൽ നിന്ന് 5 എണ്ണം എഴുതുക എന്ന് പറഞ്ഞിട്ട് ചോദ്യം വരാം. അപ്പോൾ ഇവിടെ താ, സാ, റാ, സായി, സീന് അത് നമുക്ക് എഴുതാൻ കഴിയണം. അപ്പം അങ്ങനെ മനസ്സിലാക്കി ഒരു 5 അക്ഷരം പഠിക്കുക. അങ്കല ലൊഹറക്ക് ഇങ്ങനെ ഒരു പദം തരും. ഇതിൽ ഏതൊക്കെ അക്ഷരമാണ് ഷംസിയായ അക്ഷരങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. ഏതൊക്കെ അക്ഷരങ്ങളാണ്? നൂന്, പിന്നെ ലോദ്, ലോ, പിന്നെ റാ. ഇത്രയും അക്ഷരങ്ങൾ ഷംസിയായ അക്ഷരങ്ങളാണ്. അപ്പം അത് നമുക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. ഇങ്ങനെ ഒരു പദം തന്നുകാണ്ട് ചോദിച്ചാൽ അപ്പോൾ അത് ആദ്യം ഷംസിയായ അക്ഷരങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി മനഃപ്പാഠമാക്കി വെക്കുക. എന്നാലേ നമുക്ക് ഇങ്ങനെയൊക്കെ വന്നാൽ എഴുതാൻ കഴിയുള്ളൂ. പിന്നെ ഖുർആനിലെ ഒരു പ്രത്യേക എഴുത്ത് രീതിയാണ് ഖുർആനിന്. അതാണ് റസ്മുൽ ഉസ്മാനി എന്നാണ് എഴുത്ത് രീതിക്ക്. റസ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തജ്വീദിൻ്റെ വർക്കിലുണ്ടാവും. അപ്പോൾ വല്ലയിലി ഇത് വേറെ രീതിയിൽ തന്നുകാണ്ട് നിങ്ങളോട് ചോദിക്കും ഇതിലേതാണ് ശരിയായ ഖുർആനിലെ എഴുത്ത് രീതിന്ന്. അതുപോലെ വലൽ ആഹിറ, ഇവിടെ ആ വന്നത് മനസ്സിലാക്കുക. ഇതൊക്കെ 3 രീതിയിൽ തരും. വലൽ ആഹിറ, അലിഫിട്ട് അംസട്ടിട്ട് വേറെ തന്നിട്ട് ഇതിലേതാണ് ഖുർആനിലെ എഴുത്ത് രീതിന്ന് ചോദിക്കും. അതുപോലെ ഫ ആവ ഇതും ആ എന്നുള്ളത് വേറെ തരാം, എന്നിട്ട് ചോദിക്കാം. അതുപോലെ അസ ഇല, ഇവിടെ ഈ വന്ന് ഒരു പ്രത്യേക രീതിയിലാണ് വന്നത്. അതുപോലെ ആ ഇലൻ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഖുർആനിലെ എഴുത്ത് രീതി അങ്ങനെ ആയിട്ട് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇത്രയാണ് തജ്വീദുൽ ഖുർആൻ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചോദ്യ പേപ്പർ കൊണ്ട് തന്നെ പാഠബുക്ക് മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയും ചോദ്യങ്ങൾ ഉണ്ടാവാം.
പക്ഷെ ഞാൻ മറ്റു ചോദ്യപേപ്പറൊക്കെ ആദ്യം ചെയ്തതൊക്കെ കണ്ടവർക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നതൊക്കെ പറഞ്ഞു എന്നുള്ളൂ. ഇനിയും എന്തെങ്കിലും വന്നേക്കാം, മനസ്സിലാക്കാം. അപ്പോൾ ഇതിലുള്ളതൊക്കെ മനസ്സിലാക്കി കുട്ടികൾക്ക് പഠിപ്പിക്കുക, എഴുതി പഠിപ്പിക്കുക. ഇനി സമയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ 2ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പർ ഇട്ടത്. അവർക്ക് നന്നായി എഴുതി പഠിപ്പിക്കുക. അപ്പോൾ കിതാബത്തിൻ്റെ ചോദ്യപേപ്പർ ഞാൻ ചെയ്യണമെന്ന് കരുതിയിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വെച്ചത് എവിടെയാണെന്ന് ഓർമ്മയില്ല. ഞാൻ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എടുത്തിരുന്നു, കുട്ടിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കുട്ടിയുടെ ബുക്കിൻ്റെ കൂടെയോ ഇനി എൻ്റെ ബുക്കിൻ്റെ ഏതിൻ്റെങ്കിലും ഉള്ളിൽ പെട്ടോ എന്നറിയില്ല. അപ്പോൾ കിതാബത്ത് ഞാൻ മുമ്പ് ചെയ്തതിൻ്റെ വീഡിയോ കണ്ട് കിതാബത്ത് എക്സാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ മറ്റ് മുമ്പ് ചെയ്ത 2ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പറുകളുടെ ലിങ്ക് ഇടാം. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾ മറ്റു വീഡിയോസൊക്കെ ഉപകാരപ്പെടുത്തുക. കിതാബത്ത് എങ്ങനെയാണ് നന്നായി മനസ്സിലാക്കുക. പിന്നെ ഖുർആൻ ഹിഫ്ള് എക്സാം, അതിന് ഖുർആൻ നോക്കി ഓതാനുള്ള ഭാഗം നന്നായി മനസ്സിലാക്കി ഓതുക. അപ്പോൾ അത് അവസാനത്തെ സൂറത്തുകളാണ് വരിക. വല്ലൈലി ഇദാ യഗ്ഷ അങ്ങനെ വന്ന അവസാനത്തെ വലിയ സൂറത്തുകളിലേക്കാണ് കുട്ടികളെ കൊണ്ട് നോക്കി ഓതിപ്പിക്കാൻ വരൽ. വല്ലുഹ, വത്തീനി അങ്ങനെയുള്ള വലിയ സൂറത്തുകളൊക്കെ അവർക്ക് നോക്കി ഓതാൻ നന്നായിട്ട് പ്രാക്ടീസ് കൊടുക്കുക. പിന്നെ ആ തജ്വീദ് ഖുർആനിൻ്റെ അവസാനത്തിൽ കിസ്മുൽ ഹിഫ്ള് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ വന്ന സൂറത്തുകളൊക്കെ കാണാതെ നന്നായിട്ട് പഠിപ്പിക്കുക. അതാണ് അവർക്ക് ഹിഫ്ളായിട്ട് ചോദിക്കുക. പിന്നെ അദ്കാർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ചൊല്ലേണ്ട ദിക്ർ. അപ്പോൾ അതൊക്കെ നന്നായി പഠിക്കുക. അതാണ് ഖുർആൻ ഹിഫ്ള് എക്സാമിന് ചോദിക്കുക. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. ഖുർആൻ ഹിഫ്ളിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അപ്ലോഡ് ചെയ്തത് മുമ്പുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും പറഞ്ഞത് മാറിപ്പോവുകയോ തെറ്റിപ്പോവുകയോ ചെയ്തത് ഞാൻ കട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കൂടുതലായിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ പഠിച്ചതൊക്കെ മക്കൾക്ക് ഉപകാരപ്പെടട്ടെ. ഓർത്തെടുത്ത് എഴുതാനൊക്കെ അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. നമ്മളുടെ മക്കളെ ഇരു ലോകത്തും വിജയിപ്പിക്കുന്നവരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ. ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.